നമസ്കാരം പ്രിയ കൂട്ടുകാരെ, ഇന്ന് വായനാ ദിനം. വാക്കുകളാവുന്ന പൂക്കൾ കൊണ്ട് നമ്മൾ തീർക്കുന്ന ഹാരം, ആ ഹാരം നമ്മൾ അനുവാചകരെ അണിയിക്കുമ്പോൾ അത് പരത്തുന്ന സൗരഭ്യം, അതല്ലേ വായനയുടെ മനോഹാരിത. ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകത്തിൻ്റെ ആസ്വാദനം നമ്മളുമായി പങ്കുവയ്ക്കുന്നു. ഏവർക്കും സ്വാഗതം. നമസ്കാരം പ്രിയ ലെജൻഡ്, ഞാൻ രശ്മി അനിൽ, തിരുവനന്തപുരം. ഇന്ന് വായനാ ദിനമാണല്ലോ. വായനാ ദിനത്തോടനുബന്ധിച്ച് ഞാനിന്നിവിടെ വായിക്കുവാനായി ആഗ്രഹിക്കുന്നത് തകഴിയുടെ രണ്ടിടങ്ങഴി എന്ന നോവലിലെ പ്രസക്ത ഭാഗങ്ങളാണ്. ഒരു പ്രഭാതത്തിൽ അമ്പലങ്ങളിലും പള്ളികളിലുമെല്ലാം കൂട്ടമണിയടിച്ചു. ഏതോ വിശേഷമുണ്ട് അന്വേഷണത്തിൽ അറിഞ്ഞു. പ്രായപൂർത്തിയായ എല്ലാവർക്കും വോട്ട് ചെയ്യുവാൻ അവകാശം കിട്ടിയതിൻ്റെ ആഘോഷമാണെന്ന്. പുലയനും പറയനും അന്നാണ് മനസ്സിലായത്. നാടാകെ തമ്പുരാക്കന്മാർ യോഗങ്ങൾ കൂടാറുണ്ടായിരുന്നതും കൊടിയും പിടിച്ചു വരിവരിയായി ഘോഷയാത്ര പോയതും പല വലിയ തമ്പുരാക്കന്മാരും ജയിലിൽ പോയതും എല്ലാം എന്തിനെന്ന്. എവിടെയൊക്കെയോ ആളുകളെ അടിച്ചുവെന്നോ വെടിവെച്ച് കൊന്നുവെന്നോ ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എല്ലാം ഇതിനായിരുന്നു. കോരന് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഇതിനു മുമ്പ് നടന്ന വോട്ടിൽ അന്ന് എല്ലാവർക്കും വോട്ട് ചെയ്യാമായിരുന്നില്ല. അവൻ്റെ അറയ്ക്കലെ തമ്പുരാൻ പറഞ്ഞിട്ട് വോട്ട് ചെയ്യാനുള്ള ആളുകളെ വള്ളത്തിൽ കയറ്റി പള്ളിക്കൂടത്തിൽ കൊണ്ടുചെന്ന് ഇറക്കിയിട്ടുണ്ട്. അത് കുഞ്ഞപ്പിക്കും ചെയ്തിട്ടുണ്ട്, കോരൻ പറഞ്ഞു. അന്നു നല്ല രസമായിരുന്നു. അന്നു നേരം പരപര വെളുത്തപ്പോൾ മള്ളത്തെ കയറിയതാ. കാപ്പിക്കു കാപ്പി, കള്ളിനു കള്ള്, ചോറിനു ചോറ്. വൈകിട്ട് തമ്പ്ര 10 രൂപയും തന്നു. എന്നിട്ട് പറഞ്ഞു, നിനക്കുമിരിക്കട്ടേടാ, ഏൻ തമ്പ്രാനാ ജയിച്ചേ. അപ്പോൾ കുഞ്ഞപ്പിക്കും ഒരു കഥ പറയാനുണ്ടായിരുന്നു. വോട്ടിൻ്റെ 1 മാസം മുമ്പേ മുതലേ ഏൻ തമ്പ്രാൻ്റെ മീട്ടിയിൽ നല്ല മേളമായിരുന്നു. കള്ളും ഇറച്ചിയും തകൃതി. ഏനാ താറാമീനെയും കോടീനെയും കൊന്നേ ഏൻ തമ്പ്രായ ജയിച്ചേ. അപ്പോൾ ശമയൻ അഭിപ്രായപ്പെട്ടു, എടാ, വോട്ട് ചെയ്യുന്നവർക്ക് ചക്രവും കൊടുക്കും. അത് ശരിയാണെന്ന് സമ്മതിച്ചു കോരന്. അവൻ്റെ അനുഭവത്തിൽ നിന്ന് ഒരു സംഗതി കൂടി പറയാനുണ്ടായിരുന്നു. എല്ലാവർക്കും ഒരുപോലെയല്ല കൊടുക്കുന്നേ. ചിലർക്ക് 1 രൂപ, ചിലർക്ക് 10 രൂപ, ചിലർക്ക് 2 രൂപ. ഞങ്ങ അടുത്ത ഒരു തമ്പ്രാക്കട വീട്ടിൽ നിന്ന് 4 പേർക്ക് വോട്ടുണ്ടായിരുന്നു. ഏൻ തമ്പ്രാൻ ചെന്നു 15 പറഞ്ഞു. ലേലമായി. ഒടുവിൽ ഏൻ തമ്പ്ര 25 കൊടുത്തു. ഞങ്ങൾക്കും കിട്ടി. ആലോചിച്ചു കൊണ്ടിരുന്നു ശമയൻ ചോദിച്ചു, എന്നാലേ കൊണ്ട് നമ്മക്കും ചക്രം കിട്ടുമല്ലോ? കിട്ടും. എന്നാ നല്ല കാര്യമാ. ദിഗന്ധങ്ങൾ തകർക്കുന്ന കതിനാവെടികൾ കേൾക്കായി. മുദ്രാവാക്യങ്ങൾ കൊണ്ട് ആകാശം മുഖരിതമായി. തമ്പുരാക്കന്മാർ അവരവരുടെ അടിയാന്മാരുടെ തറകളിൽ ചെന്നു പറഞ്ഞു, ആ ദിവസം ആഘോഷമാക്കണമെന്ന്. കന്നിമാസത്തിലെ ആയില്യം മകത്തേക്കാളും കേമമായി ആഘോഷിക്കണമെന്ന്. അന്ന് ആറ്റിൽ വള്ളം കളിയുണ്ട്, 16 ചുണ്ടൻ, പിന്നെ ഒട്ടനവധി ചെറുവള്ളങ്ങളും. പറയനും പുലയനുമെല്ലാം വെളുത്തടത്ത് വള്ളം കളിക്കു ചെല്ലണം. ഉച്ച തിരിഞ്ഞ് വള്ളം കളി ആരംഭിച്ചു. വള്ളത്തിലെല്ലാം 3 വർണ്ണത്തിലുള്ള കൊടികൾ തൂക്കിയിരുന്നു. കുഞ്ഞപ്പി കോരനോട് ചോദിച്ചു, അതെന്ത് കൊടിയെന്ന്. അവൻ അറിഞ്ഞുകൂടാ. ഇത്തരം കൊടി പണ്ട് തമ്പുരാക്കന്മാർ സഭ കൂടുമ്പോൾ കണ്ടിട്ടുണ്ട്. അത് മാപ്പിളമാരുടെ കൊടിയാണല്ലോടാ. എന്നാലേ കൊണ്ട് കുരിശ് കാണും. അമ്പലത്തിലെ കൊടിയാണോ? സായിപ്പന്മാർ പോകുമ്പം കാണുന്ന കൊടി അത് ഇങ്ങനല്ല ആണോ? അല്ല, പക്ഷെ കണ്ടിട്ട് ഒരു രസമൊക്കെയുണ്ട്. അതുള്ളതാ. ഇതോടെ എൻ്റെ വായന അവസാനിച്ചു. നന്ദി, നമസ്കാരം.